ഇത് 2014 മോഡൽ ഇന്നോവ ഫുൾ ഓപ്ഷൻ വേരിയന്റ് ആണ് വരുന്നത്. നിലവിൽ ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഒറിജിനൽ കേരള വണ്ടിയാണ്. ഫുൾ കമ്പനി സർവീസ് ആണ് വണ്ടി. ഇത് 2018 മോഡൽ സിയാസ് ഡെൽറ്റ എന്ന് പറയുന്ന വേരിയന്റാണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പ് ആണ്. 52,000 കിലോമീറ്റർ വണ്ടി ഓടിക്കും. ഇത് 2019 മോഡൽ ബിഗ് വാഗണർ ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഏപ്രിൽ മാസം നല്ല ക്വാളിറ്റി വാഹനങ്ങളുടെ സ്റ്റോക്ക് നമ്മുടെ തൃപ്രയാർ പോപ്പുലർ ട്രൂ വാല്യൂ ഷോറൂമിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അല്ലേ? അത് എത്ര പ്രൈസ് റേഞ്ച് വരും? നമുക്കിപ്പോൾ 1 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ വണ്ടികളുണ്ട് വരുന്നുണ്ട്. ഓൾട്ടോ മുതൽ ഇന്നോ വരെ നമ്മുടെ ഈ ഒരു മാസം സ്റ്റോക്ക് ഉണ്ട്. വാഹനങ്ങൾക്കെല്ലാം നമുക്ക് മാക്സിമം ലോൺ ചെയ്യാൻ പറ്റില്ല. ലോൺ ചെയ്യാൻ പറ്റും. 90% ലോൺ ചെയ്യാൻ പറ്റും. ഒരു ഒട്ടുമിക്ക വാഹനങ്ങൾ സർട്ടിഫിക്കറ്റ് വാഹനങ്ങളാണല്ലേ, പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാം. അപ്പൊ നമുക്ക് ഓരോരോ വാഹനങ്ങൾ പരിചയപ്പെടാം. ഇവരെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്, നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ഷോറൂമിന്റെ കറക്റ്റ് ലൊക്കേഷൻ എവിടെ വരുന്നത്? നമ്മുടെ ഷോറൂം തൃശ്ശൂർ തൃപ്രയാറാണ്. തൃപ്രയാർ മിനി സിവിൽ സ്റ്റേഷന്റെ അടുത്താണ് നമ്മുടെ ഷോറൂം. സിവിൽ സ്റ്റേഷന്റെ തൊട്ടടുത്തുള്ള മാരുതി സർവീസ് സെന്റർ ഒക്കെ ഇവിടെ ഉണ്ട്. ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വരാനും പോകാനൊക്കെ എളുപ്പമുള്ള ഒരു സ്ഥലം തന്നെയാണ്. വരാൻ പറ്റുന്നവർ എന്തായാലും ഷോറൂമിലേക്ക് വരിക. നമുക്ക് ഓരോരോ വാഹനങ്ങൾ എന്തായാലും പരിചയപ്പെടാം. ഈ ഒരു വാഗനർ പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാം. കാരണം 1 വർഷം വാറന്റി, 3 ഫ്രീ സർവീസ് ഉണ്ട്. ഡൗൺ പേയ്മെന്റ് 50,000 താഴെ കൊടുത്താലും മതിയില്ലേ? ഡീറ്റെയിൽസ് തന്നെ. ഇത് 2022 മോഡൽ വാഗണർ ZX ആണ്. ZX വേരിയന്റോട്ടാണ് നമുക്ക് 1.2 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിൻ വരുന്നത്. 1200 cc 4 സിലിണ്ടർ അല്ലേ? എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 60,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പ് ആണ്. മേജറായിട്ടുള്ള ആക്സിഡന്റ് കാര്യങ്ങളില്ല. നമുക്ക് ഇതിന് ബോണ്ട് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടാണ് നമ്മൾ വാഹനം സെയിലിൽ വെക്കുന്നത്. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. സർട്ടിഫൈഡ് വണ്ടിയാണ്. ഇത് നമ്മൾ 1 ഇയർ വാറന്റി, 3 ഫ്രീ സർവീസ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആദ്യം പറഞ്ഞ് പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാൻ കഴിയുന്നത്. ഇനി അറിയേണ്ടത് ഈ ഒരു വാഹനത്തെ നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ്. നമ്മൾ 5,50,000 ചോദിക്കുന്നത്. 550 ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറുതിൽ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ലോൺ ചെയ്യാൻ പറ്റില്ല? വണ്ടി ചെയ്യാൻ പറ്റും. നമുക്കൊരു 90% വരെ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റിൽ വണ്ടി ഇറക്കാൻ പറ്റും അല്ലേ? മാരുതി സുസുക്കിയുടെ ബിഗ് വാഗണർ ഇപ്പൊ ഇറങ്ങുന്ന ലേറ്റസ്റ്റ് ബേസിലുള്ള വാഹനം അല്ലേ? നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ആൽവിനെ. ഇത് 2019 മോഡൽ ബിഗ് വാഗണർ ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ അല്ലേ? എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 75,000 കിലോമീറ്റർ ഓടിയുണ്ട്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഈ പറഞ്ഞ കിലോമീറ്റർ കാണാനൊക്കെ ജെനുവിൻ അല്ലേ? കമ്പനി സർവീസിംഗ് കാണാനൊക്കെ ഉണ്ട്. ആണ്. അതുകൊണ്ട് നമ്മൾ ഇതിന് 6 മാസം വാറന്റി, 3 ഫ്രീ സർവീസ് കാര്യങ്ങൾ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാൻ കഴിയുന്ന ക്വാളിറ്റി സർട്ടിഫൈഡ് വാഹനമാണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അലോയിൽ അടക്കം വരുന്നുണ്ട് അല്ലേ? സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. എടുക്കുന്ന കസ്റ്റമറിന് അഡീഷണൽ ഫിറ്റിംഗ് ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ചോദിക്കുന്ന പ്രൈസ് തരാം 5,35,000 നമ്മൾ ചോദിക്കുന്ന പ്രൈസ്. മാക്സിമം നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. 90% ചെയ്ത് കൊടുക്കാം. മാരുതിയുടെ നെക്സ കാറ്റഗറിയിൽ പെടുന്ന സെഡാൻ സെഗ്മെന്റ് വാഹനമായിട്ടുള്ള മാരുതി സിയാസിലെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? ഇത് 2018 മോഡൽ സിയാസ് ഡെൽറ്റ എന്ന് പറയുന്ന വേരിയന്റാണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പ് ആണ്. 52,000 കിലോമീറ്റർ വണ്ടി ഓടിച്ചുള്ളൂ. പെട്രോൾ ഡീസൽ? പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. പെട്രോൾ മാനുവൽ. അതെ, നമ്മളിതിന് 1 ഇയർ വാറന്റി കൊടുക്കുന്നുണ്ട്. ഒരുപാട് ചെക്ക് പോയിന്റ് കാര്യങ്ങളൊക്കെ പാസ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് വാഹനമാണ്. അതുകൊണ്ടാണ് 1 ഇയർ വാറന്റി കൊടുക്കുന്നത്. ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് 5,90,000 ചോദിക്കുന്നത്. 590 ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ലോൺ ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. നമുക്കൊരു 85-90% ലോൺ ചെയ്യാം. അതുപോലെ 5 വർഷം വരെ ലോൺ കിട്ടും. മാരുതിയുടെ ട്രൂ വാല്യൂ ഷോറൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ ഒരു വിചാരം മാരുതി വാഹനങ്ങൾ, ചെറുവാഹനങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു വിചാരമുണ്ട്. പക്ഷെ അങ്ങനെയല്ല, എല്ലാ കമ്പനികളും ഒട്ടുമിക്ക വാഹനങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു മാസം വന്നിട്ടുള്ളത് ടൊയോട്ടയുടെ ഇന്നോവ, ഏറ്റവും കൂടുതൽ ആളുകൾ തിരയുന്ന വാഹനമല്ലേ? ഡീറ്റെയിൽസ് എങ്ങനെ? ഇത് 2014 മോഡൽ ഇന്നോവ ഫുൾ ഓപ്ഷൻ വേരിയന്റ് ആണ് വരുന്നത്. നിലവിൽ ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഒറിജിനൽ കേരള വണ്ടിയാണ്. ഫുൾ കമ്പനി സർവീസ് ആണ് വണ്ടി. ഫുൾ കമ്പനി സർവീസ് ഉള്ള ഒറിജിനൽ കേരള സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനം. അതെ. ഇത് ആകെ 1,50,000 കിലോമീറ്റർ വണ്ടി ഓടിച്ചുള്ളൂ. പെട്രോൾ ഡീസൽ എഞ്ചിന് ഒരുപാട് ആളുകൾ തിരയുന്ന വാഹനം പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാൻ പറ്റുന്ന ഷോറൂമിലാണ് സ്റ്റോക്ക് വന്നിട്ടുള്ളത്. അതും ഒറിജിനൽ കേരള സിംഗിൾ ഓണർ. എടുത്തെടുത്ത് പറയുന്നതിന്റെ കാരണം ഒരുപാട് അതർ സ്റ്റേറ്റ് വാഹനങ്ങൾ ഇപ്പൊ മാർക്കറ്റിൽ കിട്ടാനുണ്ട്. ഒറിജിനൽ കേരള കിട്ടാൻ വളരെയധികം പണിയാണ്. അപ്പോൾ ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് തന്നെ. ഇത് നമ്മൾ ചോദിക്കുന്നത് 10 ലക്ഷം രൂപ ചോദിക്കുന്നത്. 10 ലക്ഷം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവില്ലേ? മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. 1 വർഷത്തെ വാറന്റി, 3 ഫ്രീ സർവീസോട് കൂടിയിട്ടുള്ള നല്ല ക്വാളിറ്റി സ്വിഫ്റ്റ് നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. ആൽവിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ? ഇത് 2023 മോഡൽ സ്വിഫ്റ്റ് VX ആണ് വേരിയന്റ് വരുന്നത്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പ് ആണ്. 44,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. പെട്രോൾ മാനുവൽ. അതെ, പെട്രോൾ 1.4 സിലിണ്ടർ എഞ്ചിൻ. 4 സിലിണ്ടർ. ഇപ്പൊ ഇറങ്ങുന്നൊക്കെ 3 സിലിണ്ടർ ആണ്. 4 സിലിണ്ടറിനാണ് ഇപ്പോഴും ഡിമാൻഡ് ഉള്ളത്. ഈ വാഹനത്തിന്റെ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? എല്ലാം ക്ലിയർ ആണ്. സർട്ടിഫൈഡ് വണ്ടിയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? 1 ഇയർ വാറന്റി, നമ്മൾ 3 ഫ്രീ സർവീസും കൊടുക്കുന്നുണ്ട്. ഇനി അറിയേണ്ടത് ഈ വാഹനത്തിന് ഇവിടെ ചോദിക്കുന്ന പ്രൈസ്. നമ്മൾ ചോദിക്കുന്ന 6,70,000 നമ്മൾ ചോദിക്കുന്നത് ആസ്കിംഗ് പ്രൈസ്. അതെ, ഇതിപ്പോ നമുക്ക് ഇപ്പോൾ 44,000 കിലോമീറ്റർ ഓടിക്കൊണ്ട് നമുക്ക് ടയറൊക്കെ മാറായിട്ട് നമുക്ക് ആ ടയറിന്റെ പ്രൈസ് നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം. കാരണം ഇപ്പോൾ വണ്ടികൾ കിട്ടാനില്ല. അപ്പോൾ നമുക്ക് ആ ടയറിന്റെ ഭാഗം നോക്കിയിട്ട് അതിൻ്റെതായിട്ടുള്ള ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ലൊരു വാഹനമാണ്, ക്വാളിറ്റി വെഹിക്കിൾ ആണ്, സർട്ടിഫൈഡ് വാഹനമാണ്. ഇത് മാരുതി സുസുക്കിയുടെ വാഗണർ അല്ലേ? അതിന്റെ ഡീറ്റെയിൽസ് തന്നെ. ഇത് 2016 മോഡൽ വാഗണർ VX ഓപ്ഷൻ എന്ന വേരിയന്റ് ആണ്. VX ഓപ്ഷൻ. കാരണം
ഒരു 90% കസ്റ്റമേഴ്സ് എടുത്തിട്ടുള്ള വാഗണർ VX എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. കാരണം വെച്ചാൽ ഈ ഓപ്ഷണൽ വേരിയന്റ് പറയുമ്പോൾ നമുക്ക് ഡ്യൂവൽ എയർ ബാഗ് ABS വരും. അന്നൊന്നും ABS എയർ ബാഗ് സ്റ്റാൻഡേർഡ് അല്ലായിരുന്നു. കാരണം വെച്ചാൽ നമ്മൾ അഡീഷണൽ കൂടുതൽ പേയ്മെന്റ് കൊടുത്താൽ നമുക്ക് വണ്ടി കിട്ടുള്ളൂ. ഏകദേശം ഒരു 10-50,000 രൂപ വ്യത്യാസം ഉണ്ടായിരുന്നു വണ്ടി ഇറങ്ങുന്ന സമയത്ത്. അപ്പൊ അതുകൊണ്ട് കസ്റ്റമേഴ്സ് കൂടുതലും VX എന്ന വേരിയന്റ് ആണ് ചൂസ് ചെയ്തിരുന്നത്. കാരണം VX ഓപ്ഷണൽ 50,000 കൂടുതലാണ്. ഇത് VX ഓപ്ഷണൽ വേരിയന്റ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. വെറും 46,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ, ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള നല്ല ക്വാളിറ്റി വെഹിക്കിൾ ആണ്. ഈ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു പവർ വിൻഡോസ്, ABS, എയർ ബാഗ്, സെൻട്രൽ ലോക്ക്, ബാക്ക് വൈപ്പർ, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഇനി അറിയേണ്ടത് ചോദിക്കുന്ന പ്രൈസ് നമ്മൾ ഇതിന് 3,80,000 രൂപ ചോദിക്കുന്നത്. 380 ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറുതിൽ മാറ്റം കാണാനൊക്കെ ഉണ്ടാവും. നമുക്ക് ഇതിനെ ലോൺ ചെയ്യാൻ പറ്റില്ല? ലോൺ ചെയ്യാൻ പറ്റും. ഒരു 85-90% ലോൺ ചെയ്യാൻ പറ്റും. ഇവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ലോൺ ഇവർ തന്നെ അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട്. ഒരു മീഡിയം ബഡ്ജറ്റിൽ ഒരു ചെറുവാഹനം നോക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ വാഹനങ്ങളൊന്നാണ് ഇയോണില്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ. ഇത് 2018 മോഡൽ ഹ്യുണ്ടായി ഇയോൺ ഇറ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പ് ആണ്. 50,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 50,000 കിലോമീറ്റർ നമ്മൾ 1 ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട്. അതർ ബ്രാൻഡ് വാഹനമാണ്, എന്നിട്ട് പോലും 1 ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ വണ്ടി അത്രയും നല്ല ക്വാളിറ്റി ആയിരിക്കും. അതുകൊണ്ടാണ് 1 ഇയർ വാറണ്ടി കൊടുക്കുന്നത് അല്ലേ? വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല. കണ്ടീഷൻ വെഹിക്കിൾ ആണ്. ടയറും ഞങ്ങളൊക്കെ പുതിയ ടയേഴ്സ് ആണ് ഇട്ടിട്ടുള്ളത്. ചോദിക്കുന്ന പ്രൈസ് എത്ര? 2,65,000 നമ്മൾ ചോദിക്കുന്നത്. ചോദിക്കുന്ന പ്രൈസ് ചെറിയതിലും മാറ്റം ഉണ്ടാവും. നമുക്കിപ്പോൾ ഇത് ലോൺ ചെയ്യാൻ പറ്റും. 90% ലോൺ ചെയ്യാം. 90% ലോൺ ചെയ്യാം. ഒരു 40,000 രൂപയൊക്കെ ഡൗൺ പേയ്മെന്റ് കൊടുക്കണമെങ്കിൽ ബാക്കി നമുക്ക് ലോൺ ചെയ്യാം. അങ്ങനെ നമ്മൾ 2 ലക്ഷം ലോൺ ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു 5,000 താഴെ EMI ഒരു മാസം വരും അല്ലേ? ഈ ഒരു ഏപ്രിൽ മാസം കുറച്ചധികം വാഗണർ നമ്മളിത് സ്റ്റോക്ക് ഉണ്ട്. പഴയ മോഡലുണ്ട്, പുതിയ മോഡലുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ. ഇത് 2018 മോഡൽ വാഗണർ VX വേരിയന്റ് ആണ്. VX ഓപ്ഷൻ അല്ല, ABS എയർ ബാഗ് ഉണ്ടായിരിക്കില്ല. ഓക്കെ, VX വേരിയന്റ് ആണ്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 89,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. പെട്രോൾ മാനുവൽ ആണ്. വേറെ മേജർ റിപ്ലേസ്മെന്റ് ഒന്നുമില്ല. നമ്മൾ ഇതിന് 1 ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഇതിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 4 ലക്ഷം രൂപ. 4 ലക്ഷം രൂപ 1 ഇയർ വാറണ്ടി ഉണ്ട്. ഒരുപാട് ചെക്ക് പോയിന്റ് കാര്യങ്ങൾ പാസ് ആയിട്ടുള്ള ക്വാളിറ്റി വെഹിക്കിൾ ആയതുകൊണ്ടാണ് 1 ഇയർ വാറണ്ടി കൊടുക്കുന്നത്. ഇത് മാരുതി സുസുക്കിയുടെ ഓൾട്ടോ 800 ആണ്. ലാസ്റ്റ് ഫേസിൽ വരുന്ന അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഡീറ്റെയിൽസ് ഇത് 2020 മോഡൽ ഓൾട്ടോ 800 VX വേരിയന്റ് ആണ് വരുന്നത്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ്. വെറും 34,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള നല്ല ക്വാളിറ്റി വെഹിക്കിൾ ആണ്. ഇത് ഓൾട്ടോയുടെ ലാസ്റ്റ് ഫേസിൽ വരുന്ന വാഹനം, നിർത്തുമ്പോൾ ഫേസ് അല്ലേ? അതിൽ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നില്ല. എന്തൊക്കെ അഡീഷണൽ ഫീച്ചർ? നമുക്ക് VX ആകുമ്പോൾ നമുക്ക് റിമോട്ട് സെന്റർ ലോക്ക് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ബ്ലൂടൂത്ത് സ്റ്റീരിയോ വരും. എയർ ബാഗ്, ABS ഒക്കെ വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. കണ്ടീഷൻ ടയേഴ്സ് ആണ്. എടുക്കുന്ന കസ്റ്റമറിന് ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇൻഷുറൻസ് അടക്കം ക്ലിയർ അല്ല. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? നമ്മൾ ചോദിക്കുന്നത് 3,50,000 ചോദിക്കുന്നത്. ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് ബാക്കി ലോൺ ചെയ്യാൻ പറ്റും. ബാക്കി 3 ലക്ഷം നമ്മൾ ലോൺ ചെയ്യണമെങ്കിൽ ഒരു 7,500 ഉള്ളിൽ നമുക്ക് അടവ് അല്ലേ? അപ്പൊ ചെറിയൊരു EMI സ്വന്തമാക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് വാഹനമാണ് ഇത്. മാരുതിയുടെ സെലേറിയോ ഫാമിലി കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെട്ട വാഹനല്ലേ? ഡീറ്റെയിൽസ് ഇത് 2015 മോഡൽ സിലേറിയോ VX ഓട്ടോമാറ്റിക് ആണ്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 75,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. നല്ല കണ്ടീഷൻ വെഹിക്കിൾ ആണ്. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും കണ്ടീഷൻ അല്ല. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? നമ്മൾ ഇതിന് 3,75,000 ചോദിക്കുന്ന പ്രൈസ്. ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറുതിൽ മാറ്റം ഞങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ പറയുന്നതിനേക്കാളും ചെറുതായിട്ട് ഉണ്ടാവും. ലോങ് വരുന്നവരാണെങ്കിൽ എന്തായാലും ചെയ്തു തരും അല്ലേ? അപ്പൊ ലോൺ ചെയ്യാൻ പറ്റും. ലോ ബഡ്ജറ്റ് വാഹനങ്ങൾ നോക്കുന്ന കസ്റ്റമേഴ്സിന് 2 ഓൾട്ടോ കാറുകളാണ് ഈ ഒരു മാസം ഈ ഒരു ഷോറൂമിൽ സ്റ്റോക്ക് വന്നിട്ടുള്ളത്. ആദ്യം നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇത് 2011 മോഡൽ ഓൾട്ടോ LX നിലവിൽ സിംഗിൾ ഓണർഷിപ്പ് ആണ്. 52,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. LX ആയതുകൊണ്ട് AC പവർ സ്റ്റിയറിംഗ് ആളൊക്കെ വരുന്നുണ്ട്. ക്വാളിറ്റിയിലെ സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. പുതിയ ടയേഴ്സ് ആണ്. എടുക്കുന്ന കസ്റ്റമറിന് അഡീഷണൽ ഒന്നും ചെയ്യേണ്ട വരുന്നില്ല അല്ലേ? ഇതിന് പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? എല്ലാം ക്ലിയർ ആണ്. ഇത് നമുക്ക് ടെസ്റ്റ് വരുന്നുണ്ട്. ഒരു 4 മാസം കഴിഞ്ഞ് ടെസ്റ്റ് വരുന്നുണ്ട്. ആ ഒരു മൈനസ് ഉള്ളത് നമുക്ക് ടെസ്റ്റ് എടുത്ത് വരുന്നുണ്ടെന്നുള്ളതാണ് ഇതിലൊരു ഡ്രോബാക്ക് ഉള്ളത്. വേറെ ഒന്നുമില്ല. നല്ല കണ്ടീഷൻ വണ്ടിയാണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? നമ്മൾ 1,15,000 നമ്മൾ ചോദിക്കുന്നത്. ചെറിയ രീതിയിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ലോ ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റുന്ന ഏറ്റവും നല്ല കണ്ടീഷൻ വാഹനമാണ്. അടുത്തായിട്ട് രണ്ടാമത്തെ ഓൾട്ടോ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ആൽവിനെ ഈ ഒരു ഓൾട്ടോ ഡീറ്റെയിൽസ് തന്നെ. ഇത് 2010 മോഡൽ ഓൾട്ടോ 800 LX ആണ്. ഓണർഷിപ്പ് തേർഡാണ്. 59,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. 59,000 കിലോമീറ്റർ അത്യാവശ്യം ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനമാണ് ഈ പറഞ്ഞ 2 വാഹനങ്ങളും അല്ലേ? പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ഇത് നമുക്ക് 2030 വരെ ഈ ഒരു വാഹനത്തിന്റെ പേപ്പേഴ്സ് എല്ലാം പുതിയതാണ്. 2030 വരെ നമുക്ക് പേപ്പർ കാണാൻ ക്ലിയർ ആണല്ലേ? ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇതും നമ്മൾ സെയിം റേറ്റ് ആണ്. 1,15,000 1,15,000 ചോദിക്കുന്ന പ്രൈസ്. രണ്ടും സെയിം കളറാണ്. രണ്ടും സെയിം റേറ്റും ആണ്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വരിക, നോക്കിയിട്ട് ഏതാണ് നമുക്ക് ഇഷ്ടപ്പെട്ടത് അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക. അപ്പൊ എന്തായാലും ഏപ്രിൽ മാസത്തെ ഈ ഒരു ഷോറൂമിലത്തെ വാഹനങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത്. നിങ്ങൾക്ക് ഏത് വാഹനം വേണമെങ്കിലും ഇവരെ കോൺടാക്ട് ചെയ്യുക. അതിന്റെ കാരണം എന്താണ്? നമ്മൾ പോപ്പുലർ ട്രൂ വാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെറും തൃശ്ശൂർ ജില്ലയിൽ മാത്രമല്ല ഓൾ കേരള ഡീലർഷിപ്പാണ്. അതുപോലെ നമുക്ക് തമിഴ്നാട്ടിലുണ്ട് ബ്രാഞ്ച്, ചെന്നൈയിലും ബ്രാഞ്ചുകളുണ്ട്. പിന്നെ കൂടാതെ നമുക്ക് ഇപ്പോൾ ഈ കിടക്കുന്ന വണ്ടികൾ 10 വണ്ടികൾ മാത്രമല്ല സ്റ്റോക്ക് ഉള്ളത്. നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ നമ്മുടെ ഒരു 200 വണ്ടിയുടെ സ്റ്റോക്ക് ഉണ്ട്. ടോട്ടലായിട്ട് ഒരു 600-700 വണ്ടികൾ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഏത് വാഹനമാണെങ്കിലും ഇവരുടെ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ അത് ഇവിടെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് അത് നിങ്ങളുടെ കയ്യിലോട്ടാണ് തരും അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. വാഹനങ്ങൾ വാങ്ങാനും വിൽക്കാനും ഇവരെ സമീപിക്കാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണാൻ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ലൊക്കേഷൻ വരുന്നത് തൃപ്പയാർ പോപ്പുലർ ട്രൂ വാലി ഷോറൂം.